മകളെ മോചിപ്പിക്കാൻ സഹായിക്കണം. കണ്ണീരോടെ നിമിഷപ്രിയയുടെ അമ്മ. യമനിലെ ജയിലിൽ കഴിയുന്ന തൻ്റെ മകളുടെ വധശിക്ഷ ഒഴിവാക്കി മോചിപ്പിക്കാൻ എല്ലാവരും സഹായിക്കണമെന്ന് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിൽ നിന്ന് ഒരു പത്രത്തോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു അവർ. അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ പ്രസിഡന്റ് അംഗീകരിച്ചെന്നും ഇതിൻ്റെ രേഖകൾ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ കയ്യിൽ ആണ് ഉള്ളതെന്നും മോചനശ്രമവും നിയമസഹായവും യമനിൽ ഏകോപിപ്പിക്കുന്ന സാമുവൽ ജെറോം പത്രത്തോട് പറഞ്ഞു. യമൻ പ്രസിഡന്റ് റഷാദ് അൽ അലിമിയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ കഴിഞ്ഞ ദിവസം അനുമതി നൽകിയത്. യമൻ പൗരൻ തലാൽ അബ്ദുൽ മഹദിയെ വധിച്ച കേസിൽ പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ നഴ്സ് നിമിഷപ്രിയ 2017 മുതൽ യമൻ തലസ്ഥാനമായ സൻആയിലെ ജയിലിലാണ്. 2020 വധശിക്ഷയ്ക്ക് വിധിച്ചത്. 2023 നവംബറിൽ യമൻ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ ശിക്ഷ ശരിവെച്ചു. തലാലിൻ്റെ കുടുംബത്തിന് ദയാധനം ബ്ലഡ് മണി നൽകി മോചനം സാധ്യമാക്കാൻ ശ്രമം നടത്തിയിരുന്നു. ചർച്ച തുടങ്ങാൻ $19,871 സമാഹരിച്ചു നൽകി. എന്നാൽ $40,000 വേണമെന്നായിരുന്നു ആവശ്യം. സമാനമായൊരു കേസിലാണ് റഹീം എന്ന മലയാളി ശിക്ഷിക്കപ്പെട്ടത്. അദ്ദേഹത്തെ മോചിപ്പിക്കാനായി മലയാളികൾ റെക്കോർഡ് വേഗത്തിൽ വലിയൊരു തുക സമാഹരിച്ചു നൽകി. അദ്ദേഹത്തിൻ്റെ മോചനം പ്രതീക്ഷിച്ചിരിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് മറ്റൊരു ദുഃഖകരമായ വാർത്തയാണ് നിമിഷപ്രിയയുടേത്. നിമിഷപ്രിയ വാസ്തവത്തിൽ കൊല ചെയ്യപ്പെട്ടയാളുടെ ഭാഗത്തു നിന്നുണ്ടായുള്ള സെക്ഷൽ ഹറാസ്മെൻറ്റിൻ്റെ ഭാഗമായാണ് അദ്ദേഹം വധിക്കപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം വധിച്ചത് അദ്ദേഹത്തിൻ്റെ തന്നെ തെറ്റായിരുന്നു. പക്ഷേ നിമിഷപ്രിയ ഒരു കാര്യം കൂടി അധികമായി ചെയ്തു. അദ്ദേഹത്തിൻ്റെ ശരീരം കഷണങ്ങളാക്കി. ഇതാണ് എല്ലാവരും ഇവരെ തള്ളാൻ കാരണം. അത്രയ്ക്കും ക്രൂരമായി ചെയ്ത ഒരാളെ വധശിക്ഷക്കല്ലാതെ എന്തിനാണ് വിധിക്കുക? ഏതൊരു ജഡ്ജിയും ആ നിലയ്ക്ക് തന്നെയാണ് പെരുമാറുക. എന്നാൽ ബ്ലഡ് മണി വാങ്ങി കേസ് തീർക്കാമെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. പക്ഷെ $40,000 US അവർ ആവശ്യപ്പെട്ടതെന്ന് പറയുന്നു. അതിൻ്റെ പകുതി കണ്ടാണ് സമാഹരിച്ച് നൽകിയത്. റഹീമിന് വേണ്ടി വലിയൊരു തുക സമാഹരിച്ച കേരളക്കാർക്ക് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഈ $20,000 കൂടി സമാഹരിക്കാൻ പ്രയാസമുണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ യുവതിയെ വധശിക്ഷയിൽ നിന്നും രക്ഷിക്കാൻ എല്ലാവരും ഒത്തുചേർന്ന് സഹകരിക്കണം. അതിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേരിട്ട് യമൻ പ്രസിഡന്റിനെ ബന്ധപ്പെട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വരട്ടെ എന്ന് പ്രത്യാശിക്കാം. ഏതായാലും വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഇതുപോലെയുള്ള അപകടങ്ങളിൽപ്പെടാതിരിക്കാൻ ബിസിനസ് പാർട്ട്ണർമാരായി പുരുഷന്മാരെ തിരഞ്ഞെടുക്കാതിരിക്കുക. സ്ത്രീകളുമായി മാത്രമോ അല്ലെങ്കിൽ കൂടുതൽ പേരുള്ള സംഘങ്ങളിൽ ഒരാൾ മാത്രമായോ ചേരുക. ഈ ബിസിനസ് പങ്കാളിത്തത്തിൽ നിമിഷപ്രിയയും ഈ വധിക്കപ്പെട്ട തലാലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തലാലിന് നിമിഷപ്രിയയിൽ ഒരു ലൈംഗികമായ താല്പര്യം കൂടി വന്നു. അങ്ങനെയാണ് നിമിഷപ്രിയ പ്രതികാരം ചെയ്യേണ്ടി വന്നത്. അപ്പോൾ രണ്ടുപേർ മാത്രമുള്ള ഒരു വിഷയത്തിൽ ഇങ്ങനെ സംഭവിക്കുക സ്വാഭാവികമാണ്. സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ബന്ധം ഇങ്ങനെ അപകടകരമായ രൂപത്തിൽ സംഭവിക്കാം. അതുകൊണ്ട് സ്ത്രീകൾ ഇതുപോലെ ഏകമായിട്ടുള്ള വ്യക്തികളോടുള്ള ബിസിനസ് പങ്കാളിത്തങ്ങൾ ഒഴിവാക്കേണ്ടതാണ്.